തക്ക തുണ. വുമൺ എ ഹെൽപ്പ് മീറ്റ്. പാർട്ട് 2. കഴിഞ്ഞ ദിവസം പാർട്ട് 1 ആണ് എടുത്തത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇന്ന് ഒരു പ്രത്യേക കുടുംബത്തെ മാത്രം എടുത്തിട്ടാണ് ഈ ആശയം പറഞ്ഞു തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം സ്ത്രീ ഒരു തക്ക തുണയായിരിക്കണം. സ്ത്രീ ഒരു അടിമയല്ല, ചവിട്ടിത്തൊഴിക്കേണ്ട ആളുമല്ല. സ്ത്രീ തക്ക തുണയെന്ന് പറയുമ്പം ആക്ച്വലി ഇംഗ്ലീഷിൽ സ്ത്രീയെക്കുറിച്ച് വോറിയർ എന്നാണ് പറയുന്നത്. ഹീബ്രുവിൽ വോറിയർ മീൻസ് ഇൻ ഹീബ്രു ഇറ്റ്സ് എ വുമൺ ഈസ് എ മൈറ്റി വോറിയർ. അതായത് വലിയ യുദ്ധശാലി എന്നാണ് ഹീബ്രുവിൽ സ്ത്രീകളെക്കുറിച്ച്. അപ്പം യുദ്ധം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പം പുലിയുടെ കൂട്ട് ചാടുന്നതാണ്. പുലിയുടെ കൂട്ട്, അതായത് സ്വന്തം മക്കൾക്കും എല്ലാം വരുമ്പോഴത്തേക്ക് ജീവൻ കളഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നാൽ പുരുഷന്മാർ സിംഹത്തിൻ്റെ കൂട്ടാണ്. അവരങ്ങനെ എല്ലാവരുടെയും എല്ലാ ആത്മാവുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അവരിങ്ങനെ സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ആത്മാവിൻ്റെ ആ തക്ക സമയം അവരൊരു കാര്യം, അത് സിംഹത്തിൻ്റെ ഗർജനം പോലെ അത് ദൈവം സ്വീകരിക്കും. ഉറക്കെ പറയുന്ന പയ്യെ പറയുന്നതെന്നല്ല, ആ തീരുമാനം എടുത്തിട്ടൊരു തീരുമാനം പറയണം. അതിനകത്തൊരു തീരുമാനം ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലെ ഭാര്യ ഭർത്താക്കന്മാർ അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും, ഇവനെ അല്ല എനിക്ക് ഇഷ്ടമായത്, ഐ ഡോണ്ട് വാണ്ട് ദ മാരേജ്. ആബ്സല്യൂട്ട്ലി റോങ് ആണത്. കാരണം നമ്മളൊത്തിരി സ്നേഹമായിട്ടൊന്നും പറഞ്ഞ് കല്യാണം കഴിച്ച് ദൈവത്തോട് പള്ളിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റു വിശുദ്ധന്മാരെ കൊണ്ട് പ്രാർത്ഥന ആവശ്യത്ത് കല്യാണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സുഖത്തിന് ചേരായില്ല എന്നും പറഞ്ഞവരെ മാറ്റി നിർത്തുമ്പം ഈ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ വ്യത്യാസം വരും. അത് കഴിയുമ്പം ചിലത് ഇന്നെവിറ്റബിളാണ്, വളരെ വളരെ കുറച്ച്. പക്ഷേ ദൈവീകമായ പ്രസ്ഥാനത്തിൽ നോക്കുമ്പം ഗോഡ് നോസ് ഇറ്റ്, ദൈവത്തിലാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ അത് എന്നും നിലനിൽക്കണം. അപ്പോൾ ഇവർ മാറി നിൽക്കാമെന്നിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അപ്പനമ്മമാർ വിളിച്ചിട്ട് പറയണം, അത് കല്യാണത്തിന് മുമ്പേ പറയേണ്ടതാണ്, ഇത് കവനൻ്റാണ്, ഇതൊരു ഉടമ്പടിയാണ്, ഇത് ദൈവം നടുക്ക് നിന്ന് അനേക മക്കളുടെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തരായിട്ട് നിന്നോളാം മരണം വരെയും എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു സത്യമാണ്. ഇത് ചെറുതായിട്ട് കാണല്ലേ. വാക്ക് പറഞ്ഞവൻ പാലിക്കുന്ന ദൈവത്തിന് നമ്മളും വാക്ക് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതായിരിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ വാക്ക് പറയുന്നതിന് വിലയുണ്ട്. അത് കൊച്ചിലെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും? അതൊക്കെ വളരെ സങ്കടമാണ്. നമ്മളൊരു കാര്യം ചെയ്തിട്ട് മക്കൾക്കൊക്കെ വാഗ്ദത്തങ്ങൾ ഒത്തിരി കൊടുത്തിട്ട് ഒന്നും ചെയ്യത്തില്ല. അവസാനം നമ്മൾ വാക്ക് പറയുന്നതിന് വിലയില്ല. അതുകൊണ്ട് എന്ത് പറ്റും? ദൈവം വാക്ക് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കും, അതിൽ വിശ്വസിക്കണം. എ വുമൺ ഈസ് ആക്ച്വലി എ മൈറ്റി വോറിയർ. നമ്മൾ യുദ്ധശാലിയാണ്. ആ യുദ്ധശാലി എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധാനല്ല, പിശാചിനെ അടിക്കാൻ. മൂന്നാമനായിട്ടൊരു ദുഷ്ടപിശാച് വീട്ടിൽ കയറി വരുന്നെങ്കിൽ അവനെ അടിച്ചിറക്കാനുള്ള ശക്തി സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. അതിപ്പം അത് മറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കും. ഇതിൻ്റെ മക്കളെ പോലും ഉപദ്രവിക്കുന്നവർ. അവസാനം ഭർത്താവ് വേറെ കെട്ടും, ഭാര്യ വേറെ കല്യാണം കഴിക്കും. ഈ മക്കൾക്ക് അഡ്രസ്സ് ഇല്ലാത്ത പോലെ എവിടെയാണ് നിൽക്കേണ്ടതെന്നിട്ട് അവരുടെ ഇമോഷണലി ദേ ഗെറ്റ് ഹേർട്ട്. ദിസ് ഈസ് നോട്ട് ഇൻ ദി അജൻഡ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ജന്മം കൊണ്ട് ഒരമ്മയാണ്. അത് ആദ്യത്തിൽ നിന്ന് അവ്വായി എടുത്തപ്പം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആ ഒരു എബിലിറ്റി അമ്മയിലാണ്, സ്ത്രീയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പം അതുകൊണ്ടാണ് അമ്മയുടെ ആ മാതൃത്വം ദൈവം അവ്വായിനകത്ത് ഇട്ടിട്ടാണ് സൃഷ്ടിച്ചത്. അത് നമുക്കെടുത്ത് കളയാനൊക്കത്തില്ല. അത് നമ്മൾ സപ്രസ് ചെയ്യുന്നതോടും നമ്മൾ വികൃതരായി മാറുകയാണ്. അതിനൊരു വില കൊടുക്കുമ്പം അതിനകത്ത് നമ്മുടെ ആ മനോഹരത്വം കടന്നു വരികയാണ്. അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾക്ക് തെറ്റുപറ്റും. ദൈവം പറയുന്നത് ജന്മം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരു അമ്മയുടെ ഒരു സ്റ്റേജ് അത് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു വീട്ടിൽ 4-5 പിള്ളേരുണ്ട്, ഒരു പെൺകുട്ടി, അത് ചിലപ്പോൾ മൂത്ത കുട്ടി പോലും ആണെന്നില്ല, പക്ഷെ ആ പെൺകുട്ടി ബാക്കിയുള്ള ആൺപിള്ളേരെ എല്ലാം ഭരിക്കുന്നത് കാണാം. കാരണം അവർക്ക് ആ ഒരു കഴിവ്. ഐ സീ ദാറ്റ് ഇൻ മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ഓൾസോ. അവൾ ഇളയ ഓളാണെങ്കിലും മൂത്ത 2 പിള്ളേരെയും ആൺപിള്ളേരെ അവൾ നിയന്ത്രിക്കുന്നത് ഞാൻ കാണുന്നാറുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ദിറ്റ് ഈസ് ഇൻബോൺ ഇൻ ദം. അപ്പം നമ്മളത് പറയും അമ്മയുടെ സ്വഭാവം. അല്ലാതെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്, ദാറ്റ് ഹാസ് ടു ബി ദ വേ. അതുകൊണ്ടാണ് പെൺമക്കൾക്ക് ആൺമക്കളുടെ ടോയ് കൊടുത്തും ആൺമക്കൾക്ക് പെൺമക്കളുടെ ടോയ് കൊടുത്തും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ബി ഹാപ്പി വിത്ത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ്. ഇതിപ്പോൾ ആണും പെണ്ണും അല്ലാന്ന് ആണും പെണ്ണും ആണെന്ന് പറഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കാനൊക്കത്തില്ല. 5ഉം 6ഉം ക്ലാസ് ആകുമ്പം പിന്നെ അവർ തന്നെ തീരുമാനിക്കണം ആണാണോ പെണ്ണാണോ എന്ന്. വാട്ട് സോർട്ട് ഓഫ് നോൺസെൻസ് ഇല്ലേ? സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് മനുഷ്യൻ പോകുന്നത്? ആർ വി റിയലി ഗ്രോയിങ്
വിയേർഡ്. ചിന്തിക്കണ്ടേ? ദൈവത്തിൻ്റെ ആത്മാവിനെതിരായിട്ട് നമ്മൾ നിന്നിട്ട് വികൃത മനുഷ്യരായി മാറുന്നു. നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ തക്ക തുണയായിരിക്കണം എന്ന് പറയുന്നു. മദർഹുഡ് ഈസ് എ മിനിസ്ട്രി. അതൊരു നമ്മുടെ ഒരു പ്രധാന ജോലിയാണ് മദർഹുഡ് എന്നുള്ളത്. അത് ചെറുതായിട്ട് നമ്മൾ കാണില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എടുക്കുമ്പോൾ എക്സാമ്പിൾ എടുക്കുന്നത് റിബേക്കയാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കും, ഞാനും പ്രാർത്ഥിക്കാൻ റിബേക്ക പോലെ ആകണമെന്ന്, റിബേക്ക പോലെ ഒരു മകളെ കിട്ടണേ നമ്മളൊക്കെ പ്രാർത്ഥിക്കും. ഉൽപ്പത്തി 24-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. 24 പല കുടുംബങ്ങൾക്കും വിവാഹ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി 24. ഉൽപ്പത്തി 24 എടുത്തിട്ട് ഞാൻ പറയും, ഒരു 21 ദിവസം അടുപ്പിച്ച് വായിര്, ദൈവം തമ്പുരാൻ നിനക്കുള്ള തുണയെ കൊണ്ടുതരും. പലരും അത് ചെയ്തിട്ടുമുണ്ട്, അവർക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുമുണ്ട്. അപ്പം ഈ ഓരോ അധ്യായങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് പ്രയോജനം. 24-ാം അധ്യായത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാം തൻ്റെ സന്തതിയായ ഇസഹാക്കിന് വേണ്ടി ഒരു തക്ക തുണയെ കണ്ടുപിടിക്കാനായിട്ട് എലിയാസർ എന്ന് പേരുള്ള ഒരു ജോലിക്കാരൻ. എലിയാസറിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വിചാരകനെന്ന്. തൻ്റെ വീട്ടിന് വായിക്കാം. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിൽ അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞു, നീ നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വെച്ച് ചുറ്റും പാർക്കുന്ന കനാന്യ സ്ത്രീകളിൽ നിന്ന് ഒരു ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനെ ഇസാക്കിന് ഭാര്യ എടുത്തു കൊണ്ടുവരാൻ സത്യം ചെയ്യിപ്പിക്കാം. അങ്ങനെ സത്യം ചെയ്യിപ്പിച്ചിട്ട് അബ്രഹാമിന് ദൈവത്തിൻ്റെ വിളിയുള്ള മനുഷ്യനാണ്. അബ്രഹാം തൻ്റെ മകനാണ് ഇസഹാക്കിനെ ദൈവനിയോഗപ്രകാരം തൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് ദൈവത്തെ അറിയുന്ന ഒരു മകളെ തന്നെ കിട്ടാൻ വേണ്ടി അബ്രഹാം എലിയാസറിനെ പറഞ്ഞുവിടും. എലിയാസറിനെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ പ്രസംഗിക്കുമ്പോൾ പലരും പറയും പരിശുദ്ധാത്മാവെന്ന്. ഇവിടെ കാര്യസ്ഥനായ ഒരു ജോലിക്കാരനായിട്ടാണ് തന്നെ, ലിറ്ററലി ദാറ്റ് ഈസ് ദ മീനിങ്. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് എലിയാസറിനെ പരിശുദ്ധാത്മാവായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉടമ്പടിക്ക് ഉത്തരം തരുന്നുമുണ്ട്. നമ്മൾ ഈ എലിയാസറിനെ സത്യം ചെയ്യിപ്പിച്ചേച്ച് പറയുകയാണ്, കനാന്യ സ്ത്രീയൊന്നും അവിടുന്ന് ഇവിടുന്നുള്ള സ്ത്രീകളെയൊന്നും എടുക്കരുത്, എൻ്റെ കുലത്തിൽ നിന്ന് തന്നെ പോയി എടുക്കണം. അപ്പോൾ എലിയാസറിനെ കുടുംബം 9 ഒട്ടകത്തിൻ്റെ കൂടെ സാധനങ്ങളും സ്വർണവും പിന്നെ വിലപിടിപ്പ വസ്ത്രങ്ങളും ഭക്ഷണവും പ്രസൻറ്റ് കൊടുക്കേണ്ട സാധനങ്ങളും. എന്തൊരു വിശ്വാസമല്ലേ! ആ ഭാഗം വായിച്ചു നോക്കാം, എന്തൊരു ഭംഗിയായിട്ടാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. 10-ാം വാക്യം. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട മെസൊപ്പൊത്താമിയയിൽ നഹോറിൻ്റെ പട്ടണത്തിന് ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുന്നതിന് അവിടെ കിണറരികത്ത് ഈ എലിയാസർ തൻ്റെ 10 ഒട്ടകവുമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എലിയാസർ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, എൻ്റെ ദൈവം, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമേ, എൻ്റെ വഴിയിൽ നീ ഉണ്ടായിരിക്കണമേ, ഞാൻ പോകുന്നത് സഫലമാകണേ. എത്രണ്ണമാണ്? 10 ഒട്ടകം. 10 ഒട്ടകത്തിനകത്ത് എത്രയെല്ലാം വിലപിടിപ്പ സാധനം കൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഒരു ശുഭമായിട്ടുണ്ടാകുമെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു വിടുമ്പോൾ അത് നടക്കുമോ അങ്ങനെയല്ല. ആ ഉറപ്പ് ദൈവത്തിൽ നിന്ന്, അത് നടക്കും എന്ന് പറയാൻ എത്ര പേർക്കറിയാം? അത് ദൈവം ചെയ്തിരിക്കുന്നു. കാരണം ദൈവമക്കളാണ്, ദൈവം ചെയ്യാതിരിക്കുമോ? പിന്നെ ദൈവത്തിന് എന്തെങ്കിലും പർപ്പസ് സ്വഭാവശുദ്ധീകരണത്തിന് താമസം, പക്ഷെ ദൈവം ചെയ്യും. ആ ഉറപ്പ് നമുക്ക്, ആ ഉറപ്പിനകത്ത് വരണം. അങ്ങനെ ഇത്രയും സൗകര്യങ്ങളുമായിട്ട് 10 ഒട്ടകവുമായിട്ട് അവിടെ ചെന്നിട്ട് എന്താണ്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സ്ഥലം ഏതാണ്? ഈ റിബേക്കായുടെ സ്ഥലത്താണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്ന് വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. അവിടെ ഒരു കിണറിൻ്റെ വക്കത്ത് ഈ എലിയാസർ വെയിറ്റ് ചെയ്യുകയാണ്. എലിയാസർ വെയിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എൻ്റെ ഈ യാത്രയിൽ സഫലമാകണം. ഞാനിവിടെ വിശ്രമിക്കുമ്പോൾ എനിക്ക് വെള്ളം ഞാൻ ചോദിക്കും. എനിക്ക് തന്നെയല്ല, ഈ ഒട്ടകത്തിനും കൂടെ വെള്ളം ആര് തരുന്നു? അവളാണ് ഇസഹാക്കിൻ്റെ, എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ ആയിരിക്കുന്നവൾ. എന്തോ ഒരു കണ്ടീഷൻസ് അല്ലേ ദൈവ പരിശുദ്ധാത്മാവൻ. അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. റിബേക്ക കടന്നു വരുന്നു. റിബേക്കയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. റിബേക്കയുടെ കാര്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരനെ നഹോറിൻ്റെ ഭാര്യ, അബ്രഹാമിൻ്റെ അപ്പോൾ ഇവർ റിബേക്ക ആക്ച്വലി ഫസ്റ്റ് കസിനായിട്ട് വരുന്നുണ്ട്. അബ്രഹാമിൻ്റെ സഹോദരനെ നാഹോറിൻ്റെ ഭാര്യ
മിൽക്കയുടെ മകൻ ബെഥൂവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രമായി വരുന്നു. അബ്രഹാമിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ കൊച്ചുമകളായിട്ട് വരുന്നു. ബെഥൂവേലിൻ്റെ മകൾ റിബേക്ക അപ്പം നെഫ്യൂ ആയിട്ട് വരും. മകൻ ബെഥൂവേലിൻ്റെ മകൾ റിബേക്കയ്ക്ക് തോളിൽ പാത്രമായി വരുന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൻ്റെ അടുക്കൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത. ദൈവം നിയോഗിച്ചയക്കുന്നതിനകത്ത് തെറ്റു പറ്റുന്നില്ല. നമ്മൾ ഈ ദൈവത്തെ മാറ്റി നിർത്തിയ ഓരോന്ന് കാണിക്കുകയോ നമ്മുടെ മക്കൾ ഓരോന്ന് കാണിക്കുമ്പോൾ നമ്മളതിനെല്ലാം യേസ് പറയും. കാരണം ഇറ്റ് ഈസ് ഓൾ ബിയോണ്ട് അവർ കൺട്രോൾ. അങ്ങനെ അവരവിടെ ഇരിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജോലിക്കാരനായ ഏലിയാസർ ഇരിക്കുന്നിടത്ത് ഈ സ്ത്രീ വരുന്നു. റിബേക്ക അവർക്ക് വെള്ളം കൊടുക്കുന്നു. അത് തന്നെയല്ല 10 ഒട്ടകത്തിനും കൂടെ വെള്ളം കൊടുത്തു. അപ്പം ഏലിയാസറിന് മനസ്സിലാകുന്നുണ്ട് ഇവൾ തന്നെയാണ് എൻ്റെ യജമാനൻ്റെ മകൻ്റെ തക്കതായ തുണ. ടു കം ഇൻ ഷോർട്ട് ആക്ച്വലി അങ്ങനെ തന്നെ അവർ കാണുന്നു. ഏലിയാസറിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഏലിയാസർ തൻ്റെ യജമാനായ അബ്രഹാമിനെക്കുറിച്ച് വളരെ വിശേഷമായിട്ട് വളരെ മനോഹരമായിട്ട് പറയുന്നത് എന്താണ്? 34 വാക്യത്തിൽ, അപ്പോൾ ഞാൻ അബ്രഹാമിനോട് യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവന് മഹാനായി തീർന്നു, അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസീദാസൻ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയുണ്ട്. എൻ്റെ യജമാൻ്റെ ഭാര്യ സാറ വൃദ്ധയായിരുന്നു, അവൾ വാർദ്ധക്യത്തിൽ പ്രസവിച്ചു, തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. അവൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യസ്ത്രീകളിൽ നിന്നും ഒരു ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കേണ്ടതിനാണ് എന്നെ പറഞ്ഞോട്ട്. എത്ര മനോഹരമായിട്ട് ഏലിയാസർ അബ്രഹാമിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിനെക്കുറിച്ചും ശുപാർശ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ പറഞ്ഞു വിട്ടാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയുമോ? പേടിയാണിപ്പോൾ. കല്യാണം നടത്തുന്ന പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. വിവാഹത്തിന് ആരെങ്കിലും വന്ന് അടുത്തുള്ളവർ വിളിച്ച് പറയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുമെന്ന്. ഇല്ലാത്ത നുണയെല്ലാം കൂടെ പറഞ്ഞു കേൾപ്പിച്ച് അവരെ പറഞ്ഞു വിടും. ചിലത് സത്യവുമായിരിക്കും. നിന്നോടാര് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങരുത്. ദൈവം പറയുന്നതിന് വില കൊടുക്കണം. ഇവിടെ ദൈവം ഒരുക്കി വിട്ടതുകൊണ്ട് റിബേക്കായെ തന്നെ കാണാനിടയായി. റിബേക്കയുടെ അടുക്കൽ വന്നു. അങ്ങനെ റിബേക്കായെ വിളിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ് 24. ഈ ഒരു അധ്യായം നമുക്ക് വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ദൈവമേ, നീ നിയോഗിച്ചതായ വിവാഹത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. അവർക്ക് തോന്നുന്നതുപോലെ കാണിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് കാണിച്ച വിവാഹങ്ങൾ വലിയ കേമമായിട്ട് നടത്തിവെച്ചത് അധികം താമസിയാതെ ഇല്ലാതാക്കി അനാഥരാക്കുന്ന അവസ്ഥയിലേക്ക് വിടരുത് എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയുടെ നടുക്ക് നിന്നവൻ നീയാണെങ്കിൽ അപ്പച്ചൻ്റെ വിശ്വസ്തത അവിടെ വീരട്ടെ. അപ്പച്ച കർത്താവ് ഒരു ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ വിവാഹം ചെയ്തതെങ്കിൽ ദൈവമേ, ആര് ഭാര്യയോ ഭർത്താവോ മാറി നിന്നാൽ പോലും ഉടമ്പടിയുടെ നായകനും ഉടമ്പടിയുടെ പൂർത്തീകരിക്കുന്നതിനുമായ യേശുക്രിസ്തു നടുക്ക് നിൽക്കുന്നതിനാൽ ദുഷ്ടപിശാചിൻ്റെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് ഉറപ്പാണ് അപ്പച്ച. അതുകൊണ്ട് നിൻ്റെ ഉടമ്പടിക്കകത്ത് കയറിയ മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് ഒന്നിച്ചാക്കണമേ. നിൻ്റെ കൂടാരത്തിനകത്ത് അവരെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്താട്ടെ. നോഹയുടെ പെട്ടകത്തിനകത്ത് കയറ്റിയതുപോലെ അവരെ പഠിപ്പിച്ചെടുക്കണേ അപ്പച്ച. കുടുംബം ഒന്നായിട്ട് നിൽക്കട്ടെ. അപ്പച്ചന് മഹത്വം തരുന്ന അപ്പച്ച. അവിടുന്ന് അത് ചെയ്യാൻ പോകുന്നതിനും അവിടുന്ന് ചെയ്യുന്നതിനാലും നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്. ഒരു പുരുഷൻ്റെ പേര് വിളിക്കുമ്പോൾ അവന് ചേർന്ന ഭാര്യയെ നീ കൊടുത്തത് കൂടെ നിൽക്കണം. അവർ മാറി നിൽക്കാൻ അവകാശമില്ല. ഏത് പിശാചിൻ്റെ നുണയും അടിഞ്ഞു പോട്ടെ. ദുഷ്ടൻ അവൻ നുണയൻ്റെ അപ്പനെന്നാണ് വചനം പറയുന്നത്. ചിലർ പറയുമായിരിക്കും അവൻ്റെ സ്വഭാവം കൊള്ളത്തില്ല, അവളുടെ സ്വഭാവം കൊള്ളത്തില്ല. ഇതൊന്നും അല്ല പ്രസക്തി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്വഭാവം മാറ്റും. ആർക്കും ദൈവത്തോട് ക്ഷമയോട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന് എളുപ്പ വഴികൾ കാണിച്ച് 1ഉം 2ഉം എത്ര നമ്പർ ഓഫ് വെഡിങ്സാണ്. 3ഉം 4ഉം കല്യാണം കഴിക്കുന്ന ഒരു സാധാരണ വസ്ത്രം മാറുന്ന പോലെ ആക്കിയിരിക്കുക. ഇതെല്ലാം ഈ ദുഷ്ടമായ ആചാരങ്ങൾ മാറിയേച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശുദ്ധ കുടുംബജീവിതത്തിലേക്ക് കയറാൻ അനേക മക്കളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പറയാം. അടിയൻ്റെ വചനം കേൾക്കുന്ന അമ്മമാരെങ്കിലും ഇത് വെച്ച് പ്രാർത്ഥിക്കട്ടെ അപ്പച്ച. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ തലമുറയിൽ ഒരു ശുദ്ധീകരണം ഇപ്പോൾ നടക്കട്ടെ അപ്പച്ച. അവിടുന്ന് കവനന്റ് കീപ്പിംഗ് ഗോഡ്, ഉടമ്പടി സ്ഥിരപ്പെടുത്തുന്ന ദൈവം നീയാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൃഷ്ടി നിന്നിൽ മാത്രമായിരിക്കും. നിന്നെ സ്തോത്രം. അവിടുന്ന് വാക്ക് പറഞ്ഞോ അത് ചെയ്തിരിക്കും.
അതിനെതിരായിട്ട് ഒരു ശക്തിയും നിൽക്കത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെ നിൻ്റെ വചനം മാറത്തില്ല. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് അവിടുന്ന് ഏറ്റെടുത്തതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് അനേക മക്കൾക്കൊരു വിടുതൽ അയച്ചിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.